ഇതാണ് എൻ്റെ നാട്, എൻ്റെ അമ്മയുടെ നാട്, അതായത് എൻ്റെ ഉമ്മയുടെ നാട്. എൻ്റെ മേമ്മയുടെ വീടാണ് ഇത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ റെയിലിൻ്റെ വക്കിനാണ് ഈ വീട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മക്കളെ പോയിട്ട് വരാം അവിടുന്ന് എടുത്തു. ഹലോ, ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടെ, ഞങ്ങളുടെ വീടിൻ്റെ, എൻ്റെ മേമ്മയുടെ വീടിൻ്റെ അടുത്ത് കൂടെ പോണ ട്രെയിനാണിത്. ഇത്രയും ഇതിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നു. വേറൊരു കാര്യത്തിന് വന്നതാണ്. അപ്പം നല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം വരികയാണ് വണ്ടി. അസ്സലാമലൈക്കും. ഞങ്ങൾ പോകുക. ഇത് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു കാടുമുക്കാന്ന് തോന്നിക്കും. പക്ഷെ കാടുമുക്കൊന്നല്ല കേട്ടോ, നല്ല താമസിക്കാൻ പറ്റിയ ഉൾനാടാണ്. മാന്നന്നൂര് ശേഷം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവിടെയാണ്. ഇതെൻ്റെ ഉമ്മയുടെ നാടാണ്. നമ്മൾ ഇതേ തന്നെയല്ലേ വന്നത്. ചെക്കന അവിടെ പോയിട്ട് അവിടുന്നൊക്കെ ടൗണിൽ നിന്ന് പോന്നിട്ട് ഈ റെയിലിൻ്റെ വക്കിന് വന്ന് വീട് വെച്ചിട്ടാണ്. എന്നാലും താമസിക്കാനൊക്കെ ടൗൺ ഭാഗമല്ലല്ലോ, താമസിക്കാൻ നല്ലതാണ്. വണ്ടി നമ്മൾ വിളിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കഴിക്കാം. വണ്ടിയിൽ അങ്ങോട്ട് വന്നപ്പോൾ വേഗം ഓടി വാ. ആ ഇന്നങ്ങോട്ട് കയറിക്കോണ്ട്. എത്ര നടക്കണം? വരേണ്ട പൂതി മതിയായില്ല നമുക്ക്. കണ്ടോ ഇവിടൊക്കെ പ്രളയം നന്നായി കൊണ്ടില്ലൊക്കെ നടന്ന് മലങ്ങോട്ട് ടൗൺ എത്താതെ. എന്നാലും കുറച്ച് നടക്കാലോ. കുറച്ചും കൂടി ഉണ്ട് നടക്കാൻ. എൻ്റെ മട നാടാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറെ നടക്കാണ്ട്. അത് വണ്ടി ഇന്ന് ഞായറാഴ്ച കണ്ടോ, ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലം അതൊക്കെ. മക്കളെ ഞാൻ പറ്റി പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകട്ടോ. ഇതാണ് എൻ്റെ വീടും നാടൊക്കെ. ഞങ്ങൾ പോണ് എൻ്റെ ഉമ്മയുടെ നാട്ടിൽ പോന്നു, മാന്നന്നൂര്. അത് കഴിഞ്ഞ് എൻ്റെ നാട് വാണിയംകുളം. എൻ്റെ വീട്